ക്ഷമിക്കണം, ലീഡ് ഉയർന്ന പശ്ചാത്തലം നമ്മൾ ചേർത്ത് വായിക്കണം. ഇവിടെ ആറ്റിങ്ങലിലാണ് വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത്. ആറ്റിങ്ങൽ ഇടതുമുന്നണിക്കൊപ്പം നിന്നാൽ പറഞ്ഞു നിൽക്കാനുള്ള സീറ്റെണ്ണം കേരളത്തിൽ ഇടതുമുന്നണി കിട്ടും. 2 സീറ്റുകളിലേക്ക് ഇടതുമുന്നണി എത്തും. ആറ്റിങ്ങൽ അവരുടെ ആവേശ സ്ഥലമാണ്, അവരുടെ കോട്ടയാണ്, അവിടെ കഴിഞ്ഞ നഷ്ടപ്പെട്ടതാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സ്വാഭാവികമായും നടത്തിയിരുന്നു. ജോയിയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവിനെ അവിടെ ഇറക്കി മത്സരിപ്പിച്ചു. പക്ഷേ ഇപ്പോഴും 468 വോട്ടുകൾക്ക് മാത്രം ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മുന്നിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയവും മാറി മറിയാം. LDFന് പറഞ്ഞു നിൽക്കാൻ ആറ്റിങ്ങൽ കൂടി കരുത്താകുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഏതാണ്ട് ആലത്തൂർ ഉറപ്പിച്ചു കഴിഞ്ഞു LDF സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ. അല്പം മുമ്പ് വന്ന പ്രതികരണം KK ശൈലജയുടേതാണ്. രാധാകൃഷ്ണന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ആണ് തന്നെ തോൽപ്പിച്ചത് എന്ന് KK ശൈലജ പറഞ്ഞു വെച്ചത് നമ്മൾ കണ്ടു. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് K രാധാകൃഷ്ണൻ പറയുന്നത് നമ്മൾ കേട്ടു. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും